നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇലക്ഷൻ തിയേറ്ററിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഇലക്ഷൻ തിയേറ്റർ പ്രേക്ഷകരുമായി പങ്കുവച്ചത് രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളും അവിടെ നിലനിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും എന്തൊക്കെയാണ് എന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെയും അവിടെ ഓരോ പാർട്ടികൾക്കും നേടാനായ വോട്ടെത്ര, വോട്ട് വിഹിതമെത്ര, അവിടുത്തെ ജാതി മതാടിസ്ഥാനത്തിലുള്ള കണക്കുകളും അതിന്മേലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകളും എന്തൊക്കെ എന്നതായിരുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശോധിച്ചു വന്ന ഘടകം. ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളുടെയും പരിശോധന ഈ ദിവസങ്ങളിൽ ഇലക്ഷൻ തിയേറ്റർ പൂർണ്ണമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. ആ ഘട്ടത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണ് ഇലക്ഷൻ തിയേറ്റർ. തീപാറും പോരാട്ടം എന്ന ഈ സെഗ്മെന്റിലൂടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളും രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന, രാഷ്ട്രീയ ഭാരതം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ, അവയെ പരിശോധിക്കുകയാണ് ഇലക്ഷൻ തിയേറ്ററിൽ ഇനി തീപാറും പോരാട്ടത്തിലൂടെ. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ ഒന്നിലധികമുണ്ട് എന്ന് നമുക്കറിയാം. അത്തരമൊരു മണ്ഡലത്തിലേക്കാണ് ആദ്യം പോകുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലമാണ് അത്. കഴിഞ്ഞ തവണ UDF-ൽ നിന്ന് NK പ്രേമചന്ദ്രൻ വിജയിച്ച കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ KN ബാലഗോപാൽ എന്ന ജനപ്രിയനായ നേതാവിനെ അവതരിപ്പിച്ചുകൊണ്ട് വലിയ പോരാട്ടത്തിന് വഴി തുറന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ മത്സരം നിലനിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കുകയാണ് ഇന്ന് ആദ്യ ദിവസം തീപാറും പോരാട്ടത്തിൽ നമ്മൾ. അതിലേക്ക് പോകാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ 2014 വോട്ടിംഗ് ശതമാനം 72.1 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനമാകെ പരിശോധിച്ചാൽ 72.1 വോട്ടിംഗ് ശതമാനം. അത്ര ആളുകളാണ് വോട്ട് ചെയ്തത്. നേടിയ വോട്ടുകൾ നോക്കാം. LDF നേടിയ വോട്ടുകളാണ് ഈ കാണുന്നത്. 3,70,879 വോട്ടുകൾ LDF നേടി. 42.18% അവരുടെ വോട്ട് വിഹിതം. NDA നേടിയത് 4,08,500 UDF നേടിയത് 4,08,528 വോട്ടുകളാണ്. 46.46% വോട്ട് നേടിക്കൊണ്ടാണ് UDF അവിടെ NK പ്രേമചന്ദ്രൻ വിജയിച്ചത്. NDA BJP മുന്നണി അവിടെ 58,671 വോട്ടുകൾ മാത്രമാണ് നേടിയത്. 6.67% വോട്ട് മാത്രമാണ് അവർക്ക് അവിടെ നേടാൻ കഴിഞ്ഞത്. ഇതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ കണക്ക്. അവിടുത്തെ UDF-ന്റെ ഭൂരിപക്ഷം 37,649 വോട്ടുകളാണ്. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി NK പ്രേമചന്ദ്രൻ അവിടെ വിജയിച്ചു. MA ബേബിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വലിയ വിജയമായിരുന്നു അവർക്ക് നേടാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കാം. മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള വിജയവും പരാജയവും ഭൂരിപക്ഷവും കുറവും എന്തൊക്കെയാണ് എന്നതാണ് ഇനി ഈ കാര്യത്തിൽ പരിശോധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. വോട്ടിംഗ് ശതമാനം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കാം ആദ്യം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74.5% അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റ് നമുക്ക് കാണാം കൊല്ലത്ത്. ഇനി ഓരോ നിയമസഭാ മണ്ഡലങ്ങളുടെയും വോട്ട് പാറ്റേൺ നോക്കിയാൽ 2014 ഈ നീല നിറത്തിൽ കാണുന്നത് UDF ഭൂരിപക്ഷം നേടിയ കണക്കുകളാണ്. അതായത് 24,441 വോട്ടിൻ്റെ ഭൂരിപക്ഷം 2014 തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചവറ നിയോജക മണ്ഡലം മാത്രമായി എടുത്തു പരിശോധിച്ചാൽ 24,441 വോട്ടിൻ്റെ ഭൂരിപക്ഷം ചവറയിൽ UDF-നുണ്ടായിരുന്നു. കുണ്ടറ എടുക്കുമ്പോൾ കുണ്ടറയിൽ UDF-ന് 2014 ലോക്സഭാ ഇലക്ഷനിൽ കുണ്ടറയിൽ നിന്ന് മാത്രം 6,911 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്ന് കാണാം. കൊല്ലം എടുക്കുമ്പോൾ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ 14,242 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇരവിപുരം എടുത്താൽ ഇരവിപുരത്ത് 6,564 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ 2014 എടുക്കുമ്പോൾ ചവറ, കുണ്ടറ, കൊല്ലം, ഇരവിപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-ന് വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു എന്ന് കാണാം. അതേസമയം നമുക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് LDF ആണെന്ന് കാണാം. ചവറയിൽ LDF-ന് 6,189 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കുണ്ടറയിൽ അവർക്ക് 30,460 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു LDF-ന് 2016. 17,611 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു LDF-ന് കൊല്ലത്ത് 2016. ഇരവിപുരത്ത് 28,803 വോട്ടിൻ്റെ ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ്
ഇനി 3 മണ്ഡലങ്ങൾ കൂടി അവിടെ ബാക്കിയുണ്ട്. പുനലൂരും ചടയമംഗലവും ചാത്തന്നൂരുമാണ് ആ 3 മണ്ഡലങ്ങൾ. അതുകൂടി പരിശോധിക്കാം. 2014 പുനലൂരിൽ പക്ഷേ LDFിൻ്റെ മേൽക്കൈയായിരുന്നു. 4640 വോട്ടിൻ്റെ മേൽക്കൈ. ചടയമംഗലത്ത് 6806 വോട്ടിൻ്റെ മേൽക്കൈ ഉണ്ടായിരുന്നു. ചാത്തന്നൂരിൽ 3034 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഈ പറയുന്നതെല്ലാം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കിട്ടിയ ഭൂരിപക്ഷമാണ്. 2016 വരുമ്പോൾ വലിയ ഹൈപ്പ് അതിലുണ്ടായിട്ടുണ്ട്. 2016 പുനലൂരിലെ ഭൂരിപക്ഷം 33,582 എന്നതിലേക്ക് ഉയർത്താൻ ലെഫ്റ്റിന് കഴിഞ്ഞു. ചടയമംഗലത്തെ 6806 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നത് 21,928 എന്നതിലേക്ക് ഉയർത്താൻ ലെഫ്റ്റിന് കഴിഞ്ഞു. ചാത്തന്നൂരിലെ 3034 എന്നതിനെ 34,407 എന്നതിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്ന് കാണാം. അതുകൊണ്ട് പുനലൂരിലും ചടയമംഗലത്തും ചാത്തന്നൂരും അവർക്ക് നിയമസഭയിലും ലോക്സഭയിലും ഒരുപോലെ അവരുടെ ആധിപത്യം നിലനിർത്താൻ കഴിഞ്ഞു. നിയമസഭയിലേക്ക് എത്തിയപ്പോൾ ആ വോട്ട് വിഹിതം കൂട്ടാനാണ് കഴിഞ്ഞിട്ടുള്ളത്. 2014 ലോക്സഭയിൽ നിന്നും വിഭിന്നമായി നോക്കുമ്പോൾ ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേരത്തെ UDFിന് മേൽക്കൈ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ കൂടി വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് LDFിനെന്നാണ് കണക്കുകൾ അവർക്ക് നൽകുന്ന വലിയ ആത്മബലം. ബിനിൽ സാബു കൊല്ലത്ത് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ തത്സമയം ചേരുന്നു. ബിനിൽ, കണക്കുകളുടെ ഈ പിൻബലം LDFിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ NK പ്രേമചന്ദ്രൻ ഒരു ചെറിയ ദുർബലനായ സ്ഥാനാർത്ഥിയല്ല. പ്രവചിക്കാൻ കഴിയാത്ത വിധമുള്ള പോരാട്ടം നടക്കുന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലമാണത്. അവിടെ ഒരു വ്യക്തതയുണ്ടോ ചിത്രത്തിന് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു മുൻതൂക്കം എന്ന നിലയ്ക്ക്? പരാജയപ്പെടുത്തിയത് NK പ്രേമചന്ദ്രൻ MA ബേബിയാണ് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത്. 2014 നടന്ന ആ തിരഞ്ഞെടുപ്പ് വലിയ വിവാദങ്ങളുമായിരുന്നു. ആ തിരഞ്ഞെടുപ്പ് സമയത്താണ് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവാദമായ പരനാറി പ്രയോഗമൊക്കെ നടത്തിയത്. ഇത്തവണയും UDFിനായി കളത്തിലിറങ്ങിയിരിക്കുന്നത് NK പ്രേമചന്ദ്രനാണ്. CPM ഇറക്കിയിരിക്കുന്നതാകട്ടെ മുൻ ജില്ലാ സെക്രട്ടറിയായ KN ബാലഗോപാലിനെയാണ്. 5 വർഷത്തെ മികച്ച പാർലമെന്ററിയൻ, മികച്ച MP എന്നീ നിലകളിലൊക്കെ അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു NK പ്രേമചന്ദ്രൻ. ആ ഒരു പ്രവർത്തനങ്ങളും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമൊക്കെ വോട്ടാക്കി മാറ്റി ഇത്തവണയും ജയിക്കാമെന്ന പ്രതീക്ഷയാണ് UDFിനുള്ളത്. CPM ആകട്ടെ ഇവിടെ ശക്തമായ സംഘടനാ സംവിധാനം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണ്. 51% വോട്ട് ഷെയർ ഉണ്ട് എന്നാണ് CPM അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ KN ബാലഗോപാൽ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും മത്സരം തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ അന്ന് 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും വിജയിച്ചത് LDF സ്ഥാനാർത്ഥികളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനാ സംവിധാനവും ആ ഒരു സംഘടനാ ഒരു നേതൃത്വ പാഠവുമൊക്കെയാണ് ആ വിജയത്തെ സാധൂകരിച്ചെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. ആ ഒരു സംഘടനാ സംവിധാനം ഐക്യപ്പെടുത്തി ഇത്തവണയും വിജയിക്കാനാകുമെന്നാണ് CPM എന്തായാലും ഈ മണ്ഡലത്തിൽ കണക്ക് കൂട്ടുന്നത്. NDA സ്ഥാനാർത്ഥിയെ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവായിട്ടുള്ള KV സാബുവാണ്. അദ്ദേഹം മുൻപ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലും അതോടൊപ്പം പിറവം നിയമസഭാ നിയോജക മണ്ഡലത്തിലും ഒക്കെ മത്സരിച്ച പരിചയമുള്ളയാളാണ്. അദ്ദേഹമാണ് NDAയ്ക്കായി കൊല്ലത്ത് ഇറങ്ങിയിരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമായിരിക്കും. 3 പേരും 3 മുന്നണികളും പ്രചാരണത്തിന് 2ാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി തന്നെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് NK പ്രേമചന്ദ്രൻ. അതിന് പിന്നാലെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചത് NDA സ്ഥാനാർത്ഥിയാണ്. എങ്കിൽ കൂടി 3 മുന്നണികളും ഈ പ്രചാരണത്തിന് 2ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. 2ാം ഘട്ടമായി ഇപ്പോൾ റോഡ് ഷോയും അതോടൊപ്പം തന്നെ സ്വീകരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിനിൽ സാബുവാണ് കൊല്ലത്തെ സാഹചര്യം വിവരിക്കുന്നത്. നമുക്ക് ആ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തന്നെ ചില പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. അതിനു മുൻപ് വേള വേഗം മടങ്ങി വരാം.